ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക കടയൽ എന്ന് പറയുന്ന ദോശയ്ക്കും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാവുന്ന ഒരു കൂട്ടാനാണ്. അതിന് വേണ്ടി 3 സവാള, 2 തക്കാളി, ഒരു കത്തിരിക്ക, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം കത്തിരിക്ക അത് കീറി അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ട്, അതെല്ലാം ചെത്തി മാറ്റി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, അതിനകത്ത് ചില വഴുതനങ്ങ മേടിക്കുമ്പം അതിനകത്ത് നിറച്ച് പുഴുക്കുത്ത് കാണും, അതെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. നാലായി കീറി അത് ഇട്ടു. പിന്നെ തക്കാളി എടുത്തത് നാലായി കീറി, പച്ചമുളക്, പിന്നെ സവാള തൊലി കളയുക. കറി ദോശയുടെയും ചപ്പാത്തിയുടെയും അടിപൊളി ബെസ്റ്റാണ് കറി. അപ്പം അത് സവാളയെല്ലാം തൊലി എടുത്ത് കളഞ്ഞു. ഇനി വെളുത്തുള്ളിയുടെ പുറന്തോലൊന്ന് എടുത്ത് കളയുക. വെളുത്തുള്ളിയുടെ എല്ലാം തോല് എടുത്ത് കളഞ്ഞ് അതെല്ലാം എടുത്ത് പാത്രം എടുത്തത് കട്ട് ചെയ്തിടുക. തക്കാളി നാലായിട്ട് കട്ട് ചെയ്ത് ചതുരത്തിലിടുക. സവാളയും നാലായിട്ട് കട്ട് ചെയ്തിടുക. കത്തിരിക്കയും നാലായിട്ട് തന്നെ കട്ട് ചെയ്ത് ആദ്യം അതിനകത്ത് പുഴു ഉണ്ടോ എന്ന് കണ്ടിച്ച് നോക്കണം. നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം അറിയാൻ പറ്റില്ല. ചുമന്ന ഈ കത്തിരിക്കയ്ക്കകത്ത് മിക്കവാറും പുഴുക്കൾ കാണും. നല്ല അരിഞ്ഞിട്ടു. പച്ചമുളക് നടുകെ കീറി. ലേശം ഉപ്പിടുകയാണ്, ഉപ്പിലായനി ഒഴിക്കുകയാണ്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും ടർമറിക് പൗഡറും ചേർക്കുന്നുണ്ട്.
കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെക്കുക. പച്ചക്കറികൾ മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് തീ കൊടുത്താൽ മതി, വെന്ത് കിട്ടും. അത് അടുപ്പേ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് അത് വെന്ത്, അപ്പോൾ അതിനകത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ കഷ്ണങ്ങളൊന്ന് ഇടിച്ച് ചേർക്കണം. കഷ്ണങ്ങളെല്ലാം ഒരു തവി വെച്ച് ഇടിച്ച് അതിന് അത് ഇച്ചിരി സ്വല്പം മുളക് പൊടി ചേർത്താൽ മതി. വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല. സ്വല്പം മുളക് പൊടി ഒന്ന് ചേർത്ത് അത് അടുപ്പിൽ വെച്ച് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ കത്രിക്ക കടയൽ റെഡി. സ്വല്പം മുളക് പൊടി ചേർത്ത്, എരിവ് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ മതി. അതിനകത്ത് പച്ചമുളകുണ്ട്, അതിൻ്റെ എരിവൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഉടച്ച് ചേർക്കുകയാണ്, വേവിച്ച് ഉടച്ച്. അങ്ങനെ നമ്മുടെ സൂപ്പർ കത്രിക്ക കടയൽ റെഡി. ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു ഓൾ.